ഗുരുതരമായ ലൈംഗികാരോപണത്തിന് വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ സംരക്ഷിക്കുവാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് എന്ന് കേരളത്തിന് മനസ്സിലാകുന്നില്ല. എംഎൽഎ രാജിവെക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും തന്നെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും കേരളത്തിലെ കോൺഗ്രസിന്റെ മഹിളാ നേതാക്കന്മാരും പഴയ KPCC പ്രസിഡന്റുമാരുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പരസ്യമായ നിലപാട് സ്വീകരിച്ചതാണ്. അത് കേരളത്തിലെ ബഹുജനങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും ഒരു ആവശ്യമായിരുന്നു. ഇത്രമാത്രം ആരോപണ വിധേയനായ ഒരു വ്യക്തി MLA ആയി തുടരുന്നത് ജനങ്ങളോടും ജനാധിപത്യ സംവിധാനത്തോടുമുള്ള അങ്ങേയറ്റത്തെ വെല്ലുവിളിയാണ്, അങ്ങേയറ്റത്തെ പരിഹാസ്യമായിട്ടുള്ള ഒരു നടപടിയാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം എല്ലാ കോണുകളും ഉയർന്നു വന്നിട്ടുള്ളത്. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ആവശ്യം ഏറ്റുപിടിക്കുകയാണ് BJP ചെയ്തിട്ടുള്ളത്. അത് ജനങ്ങളുടെ ആവശ്യമാണ്. ആ ആവശ്യം പറയുമ്പോൾ എന്തിനാണ് വി.ഡി. സതീശൻ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ അദ്ദേഹം എന്തിനാ ഇങ്ങനെ കോൺട്രാക്ട് എടുത്തിട്ടുള്ളത്? അദ്ദേഹത്തിന് വല്ല പേടിയുമുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടാൽ വി.ഡി. സതീശന് എന്തെങ്കിലും ഭയമുണ്ടോ? ഈ MLA വി.ഡി. സതീശന് പേടിയുണ്ടോ? എന്തെങ്കിലുമൊക്കെ അയാൾ വിളിച്ചു പറയുന്നുള്ള പേടി വി.ഡി. സതീശനുണ്ടോ? അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും അപമാനകരമായൊരു സാഹചര്യം ഉണ്ടായിട്ട് ഈ MLA സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്? അദ്ദേഹം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വമാകാൻ വേണ്ടി പോലും അർഹതയില്ലാത്തവനാണ് എന്നാണല്ലോ ഇവർ പറയുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. അങ്ങനെയുള്ള ഒരാളെ പാലക്കാട് ജനങ്ങൾ ചുമക്കണമെന്ന് പറയുന്നതിന്റെ ഔചിത്യം എന്താണ്? ആദ്യം MLA സ്ഥാനം രാജിവെക്കാനല്ലേ പറയേണ്ടത്? അതല്ലേ ആദ്യം ചെയ്യേണ്ടത്? കോൺഗ്രസിന്റെ നടപടി അവരുടെ ആഭ്യന്തര കാര്യം മാത്രമാണ്. കോൺഗ്രസ് പുറത്താക്കിയാലും പുറത്താക്കിയില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്കൊന്നുമില്ല. കാരണം അങ്ങനെ പുറത്താക്കപ്പെടേണ്ട പലരും കോൺഗ്രസിലുണ്ട്. അത് കോൺഗ്രസിന്റെ മാത്രം കാര്യമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള ഒരാൾ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന, സ്ത്രീകളോട് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന, ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്ന, അവർക്കെതിരായിട്ട് കൊലവിളി നടത്തുന്ന, അവരെ നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന, ഇങ്ങനെയൊക്കെ ക്രിമിനൽ ഒഫൻസ് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് MLA സ്ഥാനത്ത് തുടരുക? ഈ ചോദ്യമാണ് ഇരുന്നത്. ആ ചോദ്യം ചോദിക്കുമ്പോൾ BJPക്കെതിരായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ഈ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യും. BJP നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്താമെന്നൊന്നും വി.ഡി. സതീശൻ വിചാരിക്കേണ്ട. വി.ഡി. സതീശൻ ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തി മൂലക്കിരുത്തണമെങ്കിൽ അത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തിയാമായി. സതീശന്റെ ഭീഷണി മുമ്പിൽ മുട്ടുമടക്കുന്ന ആളുകളൊക്കെ കോൺഗ്രസിലുണ്ടാകും. അതേതായാലും BJPയോട് വേണ്ട. സതീശന്റെ കൈവശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തുവിടട്ടെ. കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇനിയും പുറത്തു വരാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഭയപ്പെട്ടാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ വി.ഡി. സതീശനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാകും. ഇനിയും MLA സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞാൽ എന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഞാനത് പുറത്തുവിടുമെന്ന് സതീശനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുണ്ടാകും. ആ ഭീഷണി ഏതായാലും BJPയോട് വേണ്ട എന്ന് വി.ഡി. സതീശനെ എല്ലാ ബഹുമാനത്തോടും കൂടിയും ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ കേരളം മുഴുവനും ഈ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭത്തിന് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേരളത്തിലെ മുഴുവൻ മഹിളകളെയും അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടിയും മഹിളാ മോർച്ചയും നേതൃത്വം കൊടുക്കും. അല്ല, കാളയെ വി.ഡി. സതീശൻ എല്ലാ ദിവസവും കാണാൻ വേണ്ടിയിട്ടാണ് നിർത്തേണ്ടത്. അതുവരെ ഞങ്ങൾ നിർത്തിക്കൊടുക്കാം. അതിനേക്കാൾ നല്ലത് എല്ലാ ദിവസവും രാവിലെ സതീശൻ ഒന്ന് കണ്ണാടി നോക്കിയാൽ പോരെ. അതല്ലേ കുറച്ചും കൂടി നല്ലത്.